ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങറയുടെ ഒരു സുന്ദരമായ സ്ഥലത്താണ്. ചെങ്ങറ ഉടയൊക്കെ ഇപ്പോൾ എടുത്ത് കളയും. ഇനി മണ്ണ് നനയും. മൊബൈൽ നനയായിരിക്കാനാണ്. ഈ മൊബൈല് പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എങ്കിലും നനയ്ക്കാൻ എനിക്ക് ഭയം. 1.5 ലക്ഷം രൂപ കൊടുത്തല്ലേ. അപ്പുറം കാണുന്ന വനമാണ്. അത് വനമാണ്. ഇവിടെ എല്ലാം കൈത. ഞാനും അരുണും. ഇവന്റെ പേര് പറ. സുജിത്ത്. ഇവന് ഭയങ്കരമാണോ? ഇവനാണ് ഞങ്ങളുടെ സാരഥി. ഞങ്ങളിങ്ങനെ ദൂരെ പോകാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അടുത്തടുത്ത് പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ ചെങ്ങറ. ഞങ്ങളുടെ സൂര്യഭഗവാൻ അവിടെ അസ്തമിക്കാൻ പോവുകയാണ്. മഴയായിരുന്നു. കുറച്ച് മഴ നനഞ്ഞു. ഇടയ്ക്ക് എൻ്റെ 2 ഫോളോവേഴ്സ് വന്നു. അവരുമായിട്ട് പരിചയപ്പെട്ടു. നല്ല പിള്ളേരാണ്. അവരുമായിട്ട് നല്ല സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി പോയി. ഇനി നേരിട്ട് പരിചയമില്ലെങ്കിലും ഞങ്ങളുടെ സമീപവാസികളാണ്. മയിൽ ഇതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ മയിൽ മയിൽ തന്നെയാണ്. അക്ഷരത്തിന് ഇത് ആൺമയിലാണ്. വാലുണ്ട് കണ്ടോ. ആൺമയില കണ്ടോ. പീലി വിടർത്തി ഇവൻ എപ്പോഴാടുന്നതെന്ന് അറിയത്തില്ല. പെൺമയിൽ വല്ല അടുത്തുള്ളപ്പോഴായിരിക്കും പീലി വിടർത്തി ആടി അവരെ ആകർഷിക്കുന്നത്. എന്നാലും സമീപ പ്രദേശങ്ങളിലെ സുന്ദരമായ സ്ഥലങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടില്ല. ഇത് നല്ല നിബിഡ വനമാണ് ആ കാണുന്നത്. ഇത് അധികമൊന്നുമില്ല. എല്ലാം ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെയൊക്കെ കസ്റ്റഡിയിലാണ്. യഥാർത്ഥത്തിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നൊക്കെ ഇത് തിരിച്ചെടുത്ത് ഒന്നുകിൽ ഇത് കൃഷിഭൂമിയാക്കണം, അല്ലെ വനമായിട്ട് തന്നെ പോകണം. കൃഷിഭൂമി ആക്കിയിട്ട് സാധാരണക്കാർക്ക് കൊടുക്കണം. ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ 999 വർഷത്തെ കരാർ ഉടമ്പടിയും കണ്ടാണ്. ഈ കരാർ ഉടമ്പടിയൊക്കെ കാലഹരണപ്പെട്ടതാണ്. ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ കാശ് വാങ്ങിച്ച് ഉള്ള പരിപാടിയാണ് ഇത് നിലനിർത്തുന്നത്. ഇതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ട സമയം കഴിയും. എന്തായാലും ഇത് വലിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ കൊച്ചു കാര്യങ്ങൾ, ചെറിയ സന്തോഷങ്ങൾ, ചെറിയ കാര്യങ്ങൾ. അന്നേരം ആരാധകർ ഇനിയും വരട്ടെ, ഫോളോവേഴ്സ് ഇനിയും വരട്ടെ. അവരുമായിട്ട് പരിചയപ്പെടാൻ വളരെ താല്പര്യം, സന്തോഷം. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. കൈതത്തോട്ടങ്ങളാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ ഭൂപ്രകൃതിയാണ് ഇതിൻ്റെ സൗന്ദര്യം. ഇനി ഒരു വെള്ളച്ചാട്ടവും കാണാനുള്ള മാനസികാവസ്ഥയില്ല. ഇനി നേരെ അങ്ങോട്ട് പോട്ടെ. ഇതാണ് അതിൻ്റെ ഭൂപ്രകൃതി, ലാൻഡ്സ്കേപ്പ്. ഈ ഭൂമിയുടെ കിടപ്പ്. ഇവിടെ കാലാവസ്ഥയ്ക്കും വ്യത്യാസമാണ്. പണ്ട് ഇവിടെ തേയില ഉണ്ടായിരുന്നു, തേയിലത്തോട്ടമായിരുന്നു. തേയിലത്തോട്ടം എന്ന് വെച്ചാൽ പണ്ട് കാലാവസ്ഥ ഇത്രയും ചൂടില്ലായിരുന്നു, തണുപ്പ് കൂടുതലായിരുന്നു. അതെന്തിനു പറയുന്നു? എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പകാലം, അതായത് എനിക്കൊരു 26, 27, 28, 30 വയസ്സ് വരെ വൃശ്ചികമാസത്തിലൊക്കെ എന്ത് തണുപ്പായിരുന്നു അറിയാം. നേരത്തെ പെൺമയിലുകൾ ഇഷ്ടം പോലുണ്ട്. ആൺമയിൽ മേളിൽ കയറി ഇങ്ങനെ ക്യോ എന്ന് വിളിക്കുന്നത്. ഇവളുമാരായിരിക്കും വിളിക്കുന്നത്. ഇവളുമാരെന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ലെന്നാ എൻ്റെ പെണ്ണുങ്ങളുടെ സ്വാഭാവിക സ്വഭാവം. ഇങ്ങനെ ആൺമയിൽ അവിടെ കിടന്ന് കോ എന്ന് വിളിക്കുന്നു. പെൺമയിലുകൾ ഇവിടെ കൂ എന്ന് പറഞ്ഞ് ചുമ്മാ ഉള്ളമാര് ഇനി ചെല്ലടി കണ്ടി അവനവിടെ മേളിൽ നിൽക്കുന്നുണ്ട്, കാരിക്കുരി കരയുന്നുണ്ട്. നീ പോയി എന്തേലും അവനെ ഒന്ന് സന്തോഷിപ്പിക്കുക, സന്തോഷിപ്പിക്കടി. അവൻ വൃക്ഷത്തിന്റെ മോളിൽ കിടന്ന് വിളിക്കുക ഇവളുമാരെ. ഒരു മര്യാദ വേണ്ടേ ഇവളവർക്കൊക്കെ. മഞ്ഞിന്റെ കണങ്ങളൊക്കെ ദൂരെ കാണാം. ചെങ്ങറയുടെ അടുത്ത വ്യൂ ആണ് കാണുന്നത്. ദൂരെ ഒരു
വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. വെള്ളച്ചാട്ടമല്ല, അത് ഒരു നദി ഒഴുകി വരുന്ന, പതച്ചൊഴുകി വരുന്ന ഈ നമ്മുടെ കല്ലിൽ നിന്നൊക്കെ തട്ടി തട്ടി ഒഴുകി വരുന്ന അത് കഴിഞ്ഞുള്ളതായിരിക്കും വെള്ളച്ചാട്ടം താഴെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മരത്തിൽ തേനീച്ച കൂടുതലാണ്. അതുകൊണ്ട് വലിയ മരമാണോ? വലിയ മരത്തിൽ കണ്ണിന്റെ കാഴ്ച പോയിട്ടില്ല. നിന്റെ ദൂരക്കാഴ്ച ഇപ്പൊ അത് നോക്കിയുണ്ടോ? ഞാൻ ഇപ്പുറത്ത് വേറെണ്ണം ഉണ്ട്. അപ്പൊ നീ എന്നെക്കാട്ടി ചെറുതാണ്. നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങളുടെ പ്രകാശം. നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങളുടെ പ്രകാശം. ഞാൻ എൻ്റെ ജൂനിയറിനോട് പറയാറുണ്ട്, ഇവളിങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് അവളെ കൊടുക്കും, എടിയൊന്ന് വായിക്കുമെന്ന് പറയും. അന്നേരം വായിച്ചിട്ട് പറയാൻ പറയും. അന്നേരം അവൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. നമ്മൾ പിന്നെ അത് ബുദ്ധിപരമായിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് വായിച്ചെന്നെ കേൾപ്പിക്കാൻ പറയും. കേട്ട് ഇത് ചെയ്യും. എപ്പോഴും ചെറുപ്പമാണ്. ചെറുപ്പമാണ്, എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ തടി കണ്ട് തച്ചൻ പേടിക്കത്തില്ലെന്ന് പറയുന്നത്. തടി കണ്ട് തച്ചൻ പേടിക്കത്തില്ല. ആ തടി അങ്ങനെ തടിയുടെ അളവൊക്കെ എടുത്ത് തച്ചൻ നന്നായിട്ട് ഇറക്കും. ഈ മൂത്താശാരിമാര് നന്നായിട്ട് പണിയും. അവനതിന് അളവെടുത്താ പണിയുന്നത്. ചാടി കയറി കൊത്തി കുറയ്ക്കുക ഒന്നുമില്ല. മനസ്സിലായി? നമ്മളൊക്കെ മൂത്താശാരിമാരാ. ചാടി കയറി വെപ്രാളത്തിന് ചെയ്യുന്ന സംഗതിയല്ല. മരത്തിന് മേളിൽ കയറാൻ പറ്റത്തില്ല. മൂത്താശാരി മരത്തിന് മേലെയാണ്. കൊച്ചു പിള്ളേർ കയറി മരം വെട്ടിയിടും. പക്ഷെ പണിയുന്ന ആരാ? മൂത്താശാരിമാരാ, തച്ചന്മാരുമാ, നല്ല തച്ചന്മാരും പെരുന്തച്ചന്മാരുമാ പണിയുന്നത്, തടി പണിയുന്നത്. മറ്റവരെ വെട്ടിയിട്ട് പോകും, ചാക്രി പുക്രി പോകും. അതെ, ഇതിൻ്റെയൊക്കെ പ്രായമുള്ളവർ. അവനെന്തോ സംഭവം നമ്മൾ പറഞ്ഞ എന്തോന്നും അവന് മനസ്സിലായിട്ടേ ഇല്ല. നീ കൊച്ചിറക്കനുമാണ്, ഇക്കാര്യങ്ങളൊന്നും അറിയാത്തതിനാണ്. നിഷ്കളങ്കനാണ്. അതെ, അതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ കുറച്ചുകൂടെ കഴിയും. കൈതകൃഷി, കേടായ കൈതകളൊക്കെ ഇവരിവിടെ ഡംപ് ചെയ്തേക്കാം. ഇതെല്ലാം കൈതയാ. ചെങ്ങറയുടെ അതെല്ലാം ആ കാണുന്നതെല്ലാം നിബിഡ വനമാണ്. എത്രത്തോളം തോന്നുന്നു എനിക്കറിയത്തില്ല. നിബിഡ വനമാണ്. അതെല്ലാം കണ്ടോ? നിങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, തോന്നല്ലേ? നിങ്ങളെ പിന്നെ എവിടുന്നാ വരുന്നത്? കാട്ടൂർ. പേരെന്താ? വിഷ്ണു. രതീഷ്. എവിടാ? കാട്ടൂർ. മധു കാട്ടൂർ. ഇതെന്താ? ഇതെവിടുന്ന് കിട്ടി? വരുന്ന വഴിക്ക് പറിച്ചു. ഉഗ്രന പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട്.
അത് നിങ്ങളുടെയാണോ? നിങ്ങളുടെയാണോ? ഇത് എത്ര രൂപ? ആണോ? ഉഗ്രനാ കേട്ടോ. ഇവിടുത്തെ വ്യൂ പോയിന്റ് ആണ് കാണുന്നത്. നമ്മളെ കുട്ടിക്കാനവും ഇടുക്കിയും മൂന്നാറും ഒന്നുമല്ല, നമ്മുടെ ചെങ്ങറയാണ്. ചെങ്ങറ ഡോട്ട് പോലെ ഉണ്ട്. ആ ഒരു മരം നിൽക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് കഴിക്കണം. നമുക്ക് ശ്രദ്ധിച്ച് നോക്കി. ഒരു വെള്ളവട്ടമുണ്ട്. ഉണ്ട് ചെറുതായിട്ട് എനിക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട്. അതാ അവിടെ വീടുണ്ട്. 10-60 വയസ്സായില്ലേ, കണ്ണടിച്ച് വേറായി. ഞാൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ അത്ര ഒരിക്കലും ക്യാമറ നോക്കിയിട്ട് നമ്മൾ കണ്ട് ആസ്വദിച്ച് പിന്നെ വീഡിയോ എടുക്കുക. സന്ധ്യയായി. ഇപ്പോഴും ഇവിടെ സൗന്ദര്യം നിലനിൽക്കുന്നു.